മുസ്ലിം ലീഗിന് അനുകൂലമായ പ്രസ്താവനയിലൂടെ വിവാദത്തിന് തിരികൊളുത്തി INL നേതാവും മുൻ മന്ത്രിയുമായ അഹമ്മദ് ദേവർകോവിൽ. മുസ്ലിം ലീഗും സമസ്തയും തമ്മിൽ നല്ല ബന്ധം തുടരണമെന്നായിരുന്നു ദേവർകോവിലിന്റെ പരാമർശം. ലീഗും സമസ്തയും തമ്മിൽ വിള്ളലുണ്ടാകുവാൻ ചിലപ്പോൾ ചില ഛിദ്രശക്തികൾ ശ്രമിക്കുന്നുവെന്നും അഹമ്മദ് ദേവർകോവിൽ കൂട്ടിച്ചേർത്തു. മുസ്ലിം ലീഗും സമസ്തയും തമ്മിൽ ഭിന്നത രൂക്ഷമായിരിക്കവെയാണ് ഇടതുപക്ഷ നേതാവ് കൂടിയായ അഹമ്മദ് ദേവർകോവിലിന്റെ പരാമർശം. സമസ്തയെയും മുസ്ലിം ലീഗിനെയും ഒരുമിപ്പിക്കാനുള്ള ഈ ശ്രമം അതിനാൽ തന്നെ ഏറെ ചർച്ചയാവുകയാണ്. രാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചനയായാണ് പലരും ദേവർകോവിലിന്റെ പരാമർശത്തെ കാണുന്നത്. സമസ്ത എന്ന് പറയുന്നത് മുസ്ലിങ്ങളിലെ ഒരു വിഭാഗത്തിന്റെ ഒരു ആത്മീയ നേതൃത്വം ഉള്ള ഒരു സംഘടനയാണ്. അതിൽ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകൾക്കും അതിൽ പ്രവർത്തിക്കാൻ കഴിയും. അത് മതപരമായ കാര്യങ്ങളിൽ വിധി പറയേണ്ട ഒരു ആധികാരിക സംഘടനയാണ് സമസ്ത. അവർ കേരളത്തിലും കേരളത്തിന് പുറത്തുമൊക്കെ ഒരുപാട് മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തി വരുന്നുണ്ട്. അതുപോലെയൊക്കെ ഒരുപാട് പള്ളികൾ നിയന്ത്രണമൊക്കെ അവരുടെ കയ്യിലാണ്. അതിനകത്തേക്ക് രാഷ്ട്രീയം കൊണ്ടുപോയി നമ്മൾ ചെലുത്തിയിട്ട് ആ സ്ഥാപനത്തെയും ആ സംഘടനയും ശിഥിലീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്താൻ പാടില്ല എന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. INL പ്രവർത്തകരോടൊപ്പം സമസ്ത മുൻ പ്രസിഡന്റ് കുമരംപത്തൂർ AP മുഹമ്മദ് മുസ്ലിയാരുടെ കബറടക്കം സന്ദർശിച്ച ശേഷമായിരുന്നു ദേവർകോവിലിന്റെ പ്രസ്താവന. ന്യൂസ് മലയാളം, കോഴിക്കോട്.